നമസ്കാരം. ഒട്ടും ലൈഫില്ലാത്ത ഒരു പദ്ധതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വിജയമെന്ന് ആവർത്തിച്ചു പറയുന്ന ലൈഫ് മിഷൻ പദ്ധതി. കോടിക്കണക്കിന് രൂപയാണ് ഈ പദ്ധതിയുടെ പേരിൽ തുലച്ചു കളയുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ തൃശൂരിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇടത് സർക്കാരിന്റെ നേട്ടമായി സംസ്ഥാന സർക്കാർ കൊട്ടിയാഘോഷിച്ചുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കാൻ തീരുമാനിച്ച വടക്കാഞ്ചേരിയിലെ ലൈഫ് ഫ്ലാറ്റ് തന്നെയാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. വലിയ കൊട്ടിയാഘോഷങ്ങളോടെ തുടങ്ങിയ സ്ഥിരമായ വിവാദങ്ങളിൽപ്പെട്ട വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഭവന പദ്ധതി ഇപ്പോൾ കാടുകയറി നശിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയിലാണ്. 140 ഫ്ളാറ്റുകളുടെ പണി പാതി വഴിയിൽ നിലച്ചതോടെ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഖജനാവിലെ പണവും. വടക്കാഞ്ചേരി ചരൽപ്പറമ്പിലാണ് സർക്കാരിന്റെ കൊട്ടിയാഘോഷിക്കപ്പെട്ട ഈ ലൈഫ് ഭവന പദ്ധതി എങ്ങും എത്താതെ കിടക്കുന്നത്. കാട് തെളിച്ചല്ലാതെ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ യാത്ര പോലും സാധ്യമല്ല. മരങ്ങൾ വീണ് കിടക്കുന്ന വഴിയിലൂടെ കുന്നിറങ്ങി ചെല്ലുമ്പോൾ കെടുകാര്യസ്ഥതയുടെ നിത്യസ്മാരകമായി 140 ഫ്ളാറ്റുകളുടെ അസ്ഥികൂടം കാണാൻ സാധിക്കും. ചരൽപ്പറമ്പിലെ 2.18 ഏക്കർ സ്ഥലത്ത് 500 ചതുരശ്ര അടി വീതമുള്ള ഫ്ളാറ്റ് നിർമ്മാണത്തിന് UAE ആസ്ഥാനമായിട്ടുള്ള റെഡ് ക്രസന്റുമായിട്ടാണ് സംസ്ഥാന സർക്കാർ 2019 കരാറിൽ ഏർപ്പെടുന്നത്. 140 ഫ്ളാറ്റുകളുടെ നിർമ്മാണ ചുമതല ഇവിടെ അവർക്ക് ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് മുതൽ സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയ അഴിമതി പണം വരെ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയെ പ്രതിസന്ധിയിലാക്കി. ഇതോടെ CBI, ED തുടങ്ങിയിട്ടുള്ള കേന്ദ്ര ഏജൻസികളും വിജിലൻസും അന്വേഷണവുമായി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പുകളിൽ വടക്കാഞ്ചേരി വലിയ ചൂടേറിയ വിഷയം തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വടക്കാഞ്ചേരി ഫ്ളാറ്റ് പദ്ധതി തന്നെ കാടുകയറി നിൽക്കുന്ന സാഹചര്യം. 5.5 കോടിയോളം ചെലവിട്ട് നിർമ്മിച്ച ആശുപത്രി കെട്ടിടം മാത്രമാണ് പണി തീർത്തു കിടക്കുന്നത്. 140 ഫ്ളാറ്റുകളുടെ 4 നില പില്ലറുകളിൽ നിലനിർത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഈ അവകാശവാദങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. ഒന്നും തന്നെ വിജയിച്ചിട്ടില്ല. എല്ലാം പരാജയത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോടികൾ ചിലവിട്ട ഇടത് നേതാക്കൾ നടത്തിവരുന്ന നവകേരള സദസ്സിൽ പോലും പ്രധാനമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വിഷയമാണ് പലരുടെയും വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധി എന്നത്. ആ ഒരു പ്രതിസന്ധി മറികടക്കാൻ ലൈഫ് മിഷൻ വഴി പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ സംസ്ഥാന സർക്കാർ വാഗ്ദാനം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊക്കെ വെറും പാഴ് വാഗ്ദാനമായി മാത്രം മാറുകയാണ്. അതും പോരാനാണ് ഇപ്പോൾ നിലവിൽ പാസ്സാക്കിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപ ചെലവിട്ടിരിക്കുന്ന പദ്ധതി പോലും പാതി വഴിയിൽ നിൽക്കുന്നത്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഇത്തരം വീഴ്ചകൾ അത് വീണ്ടും സർക്കാരിന് തന്നെ തിരിച്ചടിയാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്.